ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് സമീപം നടത്തിയ ഭീകരർ ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ നടത്തിയതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് രാജ്യ തലസ്ഥാനത്ത് പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് NIA അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള തെളിവുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്നത്. ഡൽഹിയെ, ചെങ്കോട്ടയെ, രാജ്യ തലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിനായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. ചെറു റോക്കറ്റുകൾ നിർമ്മിക്കുവാൻ വരെ പദ്ധതിയിട്ടതായിരുന്നു. ഇതിനിടെയാണ് വൈറ്റ് കോളർ ഭീകരത ജമ്മു കാശ്മീർ പോലീസ് തിരിച്ചറിയുന്നതും ഇതോടുകൂടി എല്ലാ സംവിധാനങ്ങളും പൊളിയുകയും ചെയ്തു. വിദേശത്തും ഇതിനോടൊപ്പം ചേർന്ന് ഗൂഢാലോചനകൾ നടന്നു. ചാവേർ ആക്രമണം നടത്തിയ ഉമർ ഉൻ നബിക്കൊപ്പം പ്രവർത്തിച്ച രണ്ടാമത്തെ ഭീകരനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് വ്യക്തമാകുന്നതും. അതിനിടെ തിരിച്ചടിയുടെ സൂചനകൾ ഇന്ത്യ നൽകുകയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അന്വേഷണത്തിലൂടെ പാക് ബന്ധത്തിന് വ്യക്തമായിട്ടുള്ള തെളിവുറപ്പിച്ചാൽ ഉടൻ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ ലഭിച്ച തെളിവുകളിലൂടെ ഇവരുടെ ബന്ധം വ്യക്തമാണ്. അപ്പോൾ ഈ തെളിവുകൾ കേന്ദ്ര സർക്കാരും സൈന്യവും പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ ജാസിർ ബിലാൽ വാനി എന്ന ഡാനിഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ആയുധങ്ങളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് ഭീകരർ ഡ്രോണുകൾ പരിഷ്കരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. റോക്കറ്റുകൾ നിർമ്മിക്കുവാൻ ശ്രമിച്ചതിനും NIA തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഡാനിഷാണ് ഭീകരർക്ക് ഇതിനായിട്ട് സാങ്കേതിക സഹായം നൽകിയിരുന്നത്. ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ഡാനിഷിനെ ശ്രീനഗറിൽ നിന്നാണ് ഇവർ പിടികൂടിയത്. സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ നബി സഞ്ചരിച്ചത് ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ സുരക്ഷാ മേഖലകൾക്ക് ഇടയിലൂടെയാണ് എന്നുള്ളതാണ് വസ്തുത. 1300ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഡൽഹിക്കുള്ളിൽ ഉമർ സഞ്ചരിച്ച വഴികൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ഇന്റലിജൻസ് പിഴവുണ്ടായതിന് തെളിവാണിത്. ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, വലിയ ഗൂഢാലോചനകൾ മറ്റു രാജ്യങ്ങളിലടക്കം നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ, കണ്ടെത്തലുകൾ അന്വേഷണത്തിലൂടെ പുറത്തു വരികയാണ്. ഇന്ത്യ ഗേറ്റ്, റെയിൽ ഭവൻ, കർത്തവ്യ പഥ്, ലോധി റോഡ്, ഭാരകാംബ റോഡ് തുടങ്ങി രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിലൂടെയാണ് ഈ ഉമർ സ്ഫോടക വസ്തുക്കളുമായിട്ട് കാറിൽ സഞ്ചരിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഡൽഹിക്കുള്ളിൽ പ്രവേശിച്ച ശേഷം ഒരിടത്തും ഉമറിന്റെ കാറ് പോലീസ് പരിശോധന നേരിട്ടിട്ടില്ല എന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. വൈറ്റ് കോളർ ടെററിസത്തെ കുറിച്ച് ഡൽഹി പോലീസിന് ആരും തന്നെ സൂചന നൽകിയില്ല. എന്നാൽ IB അടക്കമുള്ളവർക്ക് ഇത് അറിയുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ചെങ്കോട്ട ദുരന്തം ഒഴിവാകുമായിരുന്നു. ഡൽഹിയിൽ വളരെ തിരക്കേറിയ നിസാമുദ്ദീൻ, അക്ബർ റോഡ്, സഫ്ദർജംഗ് ആശുപത്രി, കൊണാട്ട് പ്ലേസ്, രാംലീല മൈതാൻ, ഡൽഹി ഗേറ്റ്, ദരിയാഗഞ്ച് പോലീസ് സ്റ്റേഷൻ എന്നിവ കടന്നാണ് ഈ ഉമർ നബി റെഡ് ഫോർട്ടിൽ എത്തുന്നത് എന്നുള്ളതാണ്. സ്ഫോടനം നടന്ന ദിവസം രാവിലെ ബദൽപൂർ ബോർഡർ വഴി ഉമർ കാറുമായിട്ട് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നു. രാവിലെ 9:17-നും 9:48-നും ഇടയിൽ നിസാമുദ്ദീൻ, ഇന്ത്യ ഗേറ്റ്, അക്ബർ റോഡ്, റെയിൽ ഭവൻ, കർത്തവ്യ പഥ്, ലോധി റോഡ്, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ എന്നിവയുൾപ്പെടെ ഡൽഹിയുടെ ഹൃദയഭാഗത്തോടു കൂടിയൊക്കെ ഈ കാർ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വസീർപൂരിലെ ഒരു ചായക്കടയിൽ കാർ നിർത്തിയതായി CCTV ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നു. പിന്നീട് ഈ കാർ ഉച്ചയ്ക്ക് ഏകദേശം 2:04 കൊണാട്ട് പ്ലേസ് ഔട്ടർ സർക്കിളും 2:10 ഭാരകാംബ റോഡും കടന്ന് 2:17 രാംലീല മൈതാനിയിലേക്ക് എത്തുന്നു. തുടർന്ന് ഏകദേശം ഒരു 3:30 ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്യുന്നു. 6:23 പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയ കാർ പതുക്കെ നീങ്ങി 6:52 പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതായിരുന്നു ഡൽഹിയിൽ സംഭവിച്ചത്. പക്ഷേ ഒരല്പം കൂടി മാറിയിരുന്നുവെങ്കിൽ, ചാന്ദിനി ചൗക്ക് ബസാറിലേക്കായിരുന്നു ഈ വാഹനം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയിരുന്നതെങ്കിൽ ഒരു വലിയ പൊട്ടിത്തെറിയിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയേനെ, മരണസംഖ്യ ഒരുപാട് വർദ്ധിച്ചതേനെ. അപ്പോൾ അവർ ഭീകരർ കണ്ടെത്തിയിരുന്ന, അല്ലെങ്കിൽ ഭീകരർ മനസ്സിലാക്കിയിരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ ചിന്തിച്ചിരുന്ന രീതിയിൽ, അവർ പ്ലാൻ ചെയ്ത രീതിയിലായിരുന്നു ഈ സംഭവം നടന്നിരുന്നെങ്കിൽ ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയായിരിക്കും, അത് വലിയ ദുരന്തം തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരേ രീതിയിൽ മറുപടി നൽകുമെന്നും ഏതൊരു തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുമെന്ന് ഇന്ത്യ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ഇന്ത്യ സ്വീകരിച്ച നിലപാട് വളരെ ശക്തമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഭീകരവാദവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംഭവമല്ല. അതായത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നർത്ഥം. സമാധാനപരമായിട്ടുള്ള പ്രക്രിയയെ ഇന്ത്യ പിന്തുണയ്ക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യും. ഒന്നിനെയും ഭയപ്പെടാത്ത തരത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ തന്നെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പുതിയ രീതി പാകിസ്ഥാൻ വലിയ വെല്ലുവിളി ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാന്റെ ആണവ നിലപാടുകളെ ഇന്ത്യ യാതൊരു തരത്തിലും ഭയക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാനുള്ള സൂചനയാണ്. ചെങ്കോട്ടയിലെ ഭീകരതയ്ക്ക് പിന്നിലുള്ളവർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് എന്നും അവർ തന്നെയാണ് ഇവിടെ ഭീകരാക്രമണം നടത്തിയത് എന്നും അന്വേഷണത്തിൽ വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. തുർക്കിയിലും മാലിദ്വീപിലും ദുബായിലുമെല്ലാം ഇതിന്റെ ഗൂഢാലോചനകൾ നടന്നു എന്നതടക്കം അന്വേഷണത്തിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നു. ഇതേ സമയം തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, തുർക്കിയിലാവട്ടെ, ദുബായിലാവട്ടെ, മാലിദ്വീപിലാവട്ടെ, മറ്റ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്നുള്ള ആലോചനകൾ നടത്തിയ ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ ചാരന്മാരുമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എപ്പോഴാണോ അങ്ങനെ ഒരു അവസരം വരുന്നത് ആ സമയം പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുവാൻ ഇന്ത്യ തയ്യാറാണ്. കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ നൽകിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയമാണ് ഈ ചെങ്കോട്ടയിലെ ചാവർ സ്ഫോടനത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ ആരാണെങ്കിലും അവർ ഏത് നരകത്തിൽ ഒളിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഇപ്പോൾ പറയുന്നത്. ഭീകരവാദത്തെ രാജ്യത്ത് നിന്ന് വേരോടെ പിഴുതെറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അന്വേഷണ സംഘം ഒരു സ്ഥലവും വിട്ടുപോകാതെ പരിശോധിക്കുമെന്നുള്ള അമിത്ഷായുടെ കൃത്യമായിട്ടുള്ള വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയപ്പെടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പാകിസ്ഥാൻ ഉണ്ട് എന്നറിഞ്ഞാൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെങ്കോട്ടയിലെ ചാവേർ സ്ഫോടനത്തിന് ഉത്തരവാദികളായവർ ആരാണെങ്കിലും അവർ ഏത് നരകത്തിൽ ഒളിച്ചാലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകുമെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ അതുപോലെ തന്നെ അർത്ഥവത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ വരും ദിനങ്ങളിൽ ഭയപ്പാടോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി വരുന്ന ദിനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ നിന്നൊരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്.